ഇത്രയുമാണ് നമ്മുടെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന അവയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്. നമസ്കാരം. എൻട്രിയുടെ KVS NVS വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇറക്കുന്നത്, NVSനും KVSുമായി ബന്ധപ്പെട്ടത്. ഈ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ വിലയിരുത്തുന്നത് KVSലും NVSലുമുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, KVSലും NVSലുമുള്ള ജോലി നമ്മൾ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, KVSലെ അല്ലെങ്കിൽ NVSലെ ജോലികളെന്ന് പറയുന്നത് സ്വപ്ന സന്നിഭമായ വിലോഭനീയമായ ജോലിയാണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. കേന്ദ്രീയ വിദ്യാലയ സംഘടനകൾ ഏതാണ്ട് 1288 കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്. അതിൽ 3 കേന്ദ്രീയ വിദ്യാലയങ്ങൾ വിദേശത്താണ് പ്രവർത്തിക്കുന്നത്. കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ സെറ്റപ്പ് നിയന്ത്രിക്കുന്നത് 25 റീജിയണൽ ഓഫീസുകളാണ്. കൂടാതെ 5 സോണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ കൂടി അവർക്കുണ്ട്. എന്നാൽ ജവഹർ നവോദയ വിദ്യാലയങ്ങൾ പ്രധാനമായും ഗ്രാമപ്രദേശങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 653ഓളം ജവഹർ നവോദയ വിദ്യാലയങ്ങളുണ്ട്. അത് റെസിഡൻഷ്യൽ സ്കൂളുകളാണ് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ. കേന്ദ്രീയ വിദ്യാലയങ്ങളെന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്കൂളുകളല്ല എന്നതാണ് രണ്ടും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട അന്തരം. ബാക്കി രണ്ടും ഓട്ടോണമസ് ബോഡികളാണ്. നമുക്കറിയാം, എഡ്യൂക്കേഷൻ സെൻട്രൽ ഗവൺമെൻറ് ഓഫ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളാണ് കേന്ദ്രീയ വിദ്യാലയങ്ങളും അതുപോലെ തന്നെ നവോദയ വിദ്യാലയങ്ങളും. നവോദയ വിദ്യാലയങ്ങൾ റെസിഡൻഷ്യൽ വിദ്യാലയങ്ങളാണ്. അവിടുത്തെ അധ്യാപകർ അവിടെ നവോദയ വിദ്യാലയത്തിൽ നിയമനം ലഭിക്കുന്നവർ അവിടെ തന്നെ താമസിക്കേണ്ടി വരും. അവിടെ ക്വാർട്ടേഴ്സുകളിൽ തന്നെ താമസിക്കേണ്ടി വരും. വിദ്യാർത്ഥികളുടെ സൂപ്പർവൈസ് സ്റ്റഡി, റെമഡിയൽ സ്റ്റഡി, എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കേണ്ടി വരും. കേന്ദ്രീയ വിദ്യാലയങ്ങൾ റെസിഡൻഷ്യൽ സ്കൂളുകളല്ല. കുട്ടികളെന്ന് പറയുന്നത് ഡേ സ്കോളേഴ്സാണ്. പക്ഷേ അധ്യാപകർക്കും അനധ്യാപകർക്കും കുറച്ച് ക്വാർട്ടേഴ്സ് സൗകര്യങ്ങളൊക്കെ അവിടെ ലഭ്യമാണ് എന്നുള്ളതാണ്. കേന്ദ്രീയ വിദ്യാലയത്തിൽ അല്ലെങ്കിൽ നവോദയ വിദ്യാലയത്തിൽ ജോലി ലഭിക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് വലിയൊരു കാര്യമാണ്. കാരണം UGC സ്കെയിലിന് തൊട്ടടുത്തുള്ള രീതിയിൽ നമുക്ക് ശമ്പളം ലഭിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഒരു PGTയുടെ തന്നെ ബേസിക് തന്നെ തുടക്കത്തിൽ 47,000 രൂപയിൽ പരമാണ്. TGTയുടെ ആണെങ്കിൽ അത് 44,000 മീതെയാണ്, 45-അടുത്താണ്. PRTയുടെ 35,000-അടുത്താണ്. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വർഷങ്ങൾക്കുള്ളിൽ, അങ്കുലീപരിമിതമായ വർഷങ്ങൾക്കുള്ളിൽ തന്നെ 1,00,000 രൂപയ്ക്ക് അടുത്ത് ശമ്പളം മേടിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശമ്പളം മേടിക്കുന്നവരായിട്ട് മാറും. സേവന വേതന വ്യവസ്ഥകൾ അത്യധികം ഉയർന്ന നിലവാരത്തിലുള്ളതാണ് കേന്ദ്രീയ വിദ്യാലയത്തിലും നവോദയ വിദ്യാലയത്തിലും. കൂടാതെ ലഭിക്കുന്ന ബെനിഫിറ്റുകൾ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ട്, ലീവ് ട്രാവൽ കൺസെഷൻ ഫെസിലിറ്റി ഉണ്ട്, മെഡിക്കൽ റീഇംബേഴ്സ്മെൻ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ അലവൻസ് ഉണ്ട്, ക്വാർട്ടേഴ്സ് സൗകര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും. കൂടാതെ വെക്കേഷൻ ലഭിക്കുന്നു. വർഷത്തിൽ വർക്കിംഗ് ഡേ നമുക്ക് ലഭിക്കുന്ന ആനുവൽ വെക്കേഷൻ 50 ദിവസത്തിന് പുറമെ 10 ദിവസം ഓട്ടം ബ്രേക്കിൽ, 10 ദിവസം വിൻ്റർ ബ്രേക്കിൽ, പിന്നെ 25ഓളം മറ്റവധികൾ, ഇതെല്ലാം ലഭിക്കുന്നു. എല്ലാത്തിലും ഉപരിയായിട്ട് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ തൊഴിൽപരമായ സംതൃപ്തി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി നല്ല വിദ്യാർത്ഥികളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിൽ എൻ്റെ പങ്കുകൂടെ ചെയ്തല്ലോ എന്ന് ലഭിക്കുന്ന കൃതകൃത്യത, അതാണ് അനിതര സാധാരണമായി കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെയും നവോദയ വിദ്യാലയത്തിൻ്റെയും തിലകക്കുറിയായിട്ട് നിലനിൽക്കുന്നത്. ദേ ആർ ദ പേസ് സെറ്റിംഗ് ഓർഗനൈസേഷൻസ് ആൻഡ് പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അറ്റ് എ ലോ കോസ്റ്റ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഇത്രയും ഗുണകരമായ ഒരു വിദ്യാഭ്യാസം നടത്തുന്നതിന് അതിൽ നമ്മൾ കൂടെ ഭാഗഭാക്കാകുന്നു എന്ന് പറയുന്നതാണ് അതിനെ ഏറ്റവും അധികം മനോഹരമായ അല്ലെങ്കിൽ ചാരുതയാർന്ന ഒരു അനുഭവമാക്കി മാറ്റുന്നത്. അപ്പോൾ അവിടെ ജോലി കിട്ടാൻ വേണ്ടി തന്നെ ശ്രമിക്കണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഒരുപാട് വേക്കൻസികളുണ്ട്. കേന്ദ്രീയ വിദ്യാലയം നവോദയം കൈകോർത്തുകൊണ്ട് അപേക്ഷകൾ വിളിക്കുന്നു. ഏതാണ്ട് 3000-ൽ പരം PGT വേക്കൻസികൾ നിൽക്കുന്നു, 6000-ൽ പരം TGT വേക്കൻസികൾ നിൽക്കുന്നുണ്ട്, 3000-ലധികം PRT വേക്കൻസികൾ നിൽക്കുന്നു. ഏതാണ്ട് 2000-ന് മീതെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, എല്ലാം കൂടെ 15,000-അടുത്തുള്ള വേക്കൻസികളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ നിയമനം നടക്കുന്നത് ടയർ 1, ടയർ 2 ഇൻ്റർവ്യൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ടയർ 1 എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. ടയർ 2 എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് കോമ്പീറ്റൻസി ടെസ്റ്റാണ്. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള നമ്മുടെ പ്രകടനം, നമ്മുടെ താല്പര്യം, ഇതൊക്കെ അളക്കുന്നതാണ്. അതുപോലെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും പഠിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നതിനെ ഒരു ഡിസൈറബിൾ ക്വാളിറ്റി ആയിട്ട് കണക്കാക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്നതിനെ ഒരു ഡിസൈറബിൾ ക്വാളിറ്റി ആയിട്ട് കണക്കാക്കുന്നുണ്ട്.
മറ്റ് വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ച TGT എക്സ്പീരിയൻസ്, പ്രത്യേകിച്ചും KVയിലും NVയിലും കേന്ദ്രീയ വിദ്യാലയത്തിലും NVയിലും ഒക്കെ പഠിപ്പിച്ച പരിചയമുണ്ടെങ്കിൽ അതൊരു വലിയ ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നവോദയ വിദ്യാലയത്തിലെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നതാകാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സാംസ്കാരിക നൈരന്തര്യത്തിൻ്റെ സൂക്ഷിപ്പുകാരാണ് അധ്യാപകർ. അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ നാട്ടിൽ അല്പം വിരളമാണ് എന്ന് തോന്നിപ്പോകുന്നു. കാരണം കേന്ദ്രീയ വിദ്യാലയ, നവോദയ വിദ്യാലയൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഉത്തരേന്ത്യയിലേക്ക് ഒരുപാട് ഗൈഡുകളും ഒരുപാട് പഠനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. തലകുത്തിമറിഞ്ഞ് പഠിക്കുന്നവരെയാണ് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ലെവലിലേക്ക് ഒരു ആവേശം നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷെ നിങ്ങളെല്ലാവരും പഠിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്നു മുതലെങ്കിലും നിങ്ങളുടെ പഠിത്തം തുടങ്ങി മോഹന സ്വപ്നമായ അധ്യാപക ജോലി ആഗ്രഹിക്കുന്നവരെ നിങ്ങൾക്കുള്ളൊരു സുവർണ അവസരമാണ്. ഈ സ്വപ്നതുല്യമായ ജോലി കേന്ദ്രീയ വിദ്യാലയത്തിൽ അല്ലെങ്കിൽ നവോദയ വിദ്യാലയത്തിലെ ജോലി ഉജ്ജ്വലമായ വിജയത്തോടു കൂടി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതിന് KVയുടെ പാറ്റേണെ ഒന്ന് പരിചയപ്പെടുത്തുക, നമ്മുടെ സാധ്യതകൾ മനസ്സിലാക്കിക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു അവസരം ഈ അടുത്ത കാലത്ത് എങ്ങും വന്നിട്ടില്ല എന്ന് പറയണം. അപ്പോൾ ഈ പേസ് സെറ്റിംഗ് ഓർഗനൈസേഷനായ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ അല്ലെങ്കിൽ നവോദയ വിദ്യാലയത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളെന്ന് പറയുന്നത്, കേന്ദ്രീയ വിദ്യാലയാസ് വെർ കൺസീവ്ഡ് ആസ് പേസ് സെറ്റേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ. The founding fathers envisaged quality education at low cost and ensured national integration in a natural way. The frequent transfers of the students and teachers enrich everyone to experience unity in diversity. Each Kendriya Vidyalaya in its composition is a miniature India, and here everyone is first and last, is Indian and only Indian. അതെ, ഇന്ത്യൻനെസ് ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്നതാണ് കേന്ദ്രീയ വിദ്യാലയങ്ങളും അതുപോലെ തന്നെ നവോദയ വിദ്യാലയങ്ങളും. Some of the salient features that have contributed to the excellence of KV and NV. The recruitment of staff on a nationwide basis to provide teachers with a high degree of quality. The periodical orientation of such well-chosen teachers in content and pedagogical areas. The carefully conceived course of studies and the teachers' guides prepared by NCERT, CIEFL, EFLU, CBSE, etc. The updated teaching methods and materials, the most recent modern teaching methods are incorporated into this. The rational admission policies and practices, the well-planned co-curricular activities through various houses, clubs, etc., the scientific homework and classwork combination, the democratic administration of the school system, the good library services and adequate laboratories, the projects to ignite the young minds, think outside the box with vision, the exposure to many outside competitions at various levels, the non-formal learning opportunities through bulletin boards, KVS magazines, excursions, etc., the maximum utilization of resources in the community, the system of continuous comprehensive internal assessment. Added to all these, the interest and involvement of highly motivated parents act as a good impetus to the pursuit of excellence. ഇത്രയുമാണ് നമ്മുടെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന അവയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഞാൻ പറഞ്ഞത്. വി നോ ദാറ്റ് ദേ ആർ ദ നെർവ് സെൻറ്റേഴ്സ് ഓഫ് ദി ഇന്ത്യൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. Many of the activities, the atmosphere in Kendriya Vidyalaya and Navodaya Vidyalaya is simply electrifying atmosphere is existing there. നമുക്ക് പറ്റുന്ന ഒരു വളരെ നല്ല അന്തരീക്ഷമാണ്. നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സംതൃപ്തി നമുക്ക് അങ്ങേയറ്റത്തെ അളവിൽ ലഭിക്കുന്ന വിദ്യാലയങ്ങളാണ്. Many of the informal activities starting from morning assembly, yoga, display boards, co-curricular activities, Hindi Pakhwada, Sanskrit Pakhwada, other competitions, other exhibitions, Inspire Award competition, അങ്ങനെ പോകുന്ന പരിപാടികൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറുക എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു ആനന്ദതുന്തിലമായൊരു അനുഭവമായിട്ട് മാറുന്നു. ആകർഷകമായ സേവന വേതന വ്യവസ്ഥകളും അതോടൊപ്പം തന്നെ ഒരു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതുമാണ്
ഇതിനെ ഒരു വലിയ ആകർഷണമാക്കി മാറ്റി നിർത്തുന്നത്. സ്നേഹത്തിൻ്റെ വിരൽ കൊണ്ട് ജീവിതത്തെ സ്പർശിക്കുന്ന അധ്യാപകരെ വിദ്യാർത്ഥികൾ ഒരിക്കലും തന്നെ മറക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ആത്മാർത്ഥത കാണിക്കുന്ന വിദ്യാർത്ഥികൾ വീണ്ടും നമ്മളെ തേടി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ചാരിതാർത്ഥ്യം, കൃതകൃത്യത എന്ന് പറയുന്നത് വാക്കുകൾക്കെല്ലാം അതീതമാണ്. അപ്പോൾ അതുകൊണ്ട് അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികളെ ഈ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അങ്ങേയറ്റത്തെ തയ്യാറെടുപ്പുകൾ നടത്തി അതിനകത്ത് പരീക്ഷയിൽ ആണ്ട് മുഴുകുക. വളരെ ഏകാഗ്രതയോടുകൂടി തന്നെ നിങ്ങൾ പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് വരുന്നുണ്ട്. കഠിനമായി അധ്വാനിക്കേണ്ടി വരും, അത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പണ്ട് ചെയ്ത ഒരു വീഡിയോയിലുള്ളതുപോലെ കേന്ദ്രീയ വിദ്യാലയത്തിലും നവോദയ വിദ്യാലയത്തിലും കഠിനമായി തന്നെ അധ്വാനിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ആൾ ഇന്ത്യ ട്രാൻസ്ഫർ ലയബിലിറ്റി കൂടെയുണ്ട്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടാം എന്നൊരു ലയബിലിറ്റി കൂടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ശരി, നമുക്ക് ലഭിക്കുന്ന തൊഴിൽപരമായ സംതൃപ്തി അത് അമൃത നിശ്ചന്തിയായൊരു അനുഭവമാണ് എന്ന് എനിക്കെൻ്റെ വ്യക്തിപരമായ അറിവിൻ്റെ, അനുഭവത്തിൻ്റെ, പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ അങ്ങേയറ്റം ശ്രമിക്കണം. ടയർ 1 നമുക്കറിയാം, അതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ്. 1:10 എന്ന അനുപാതത്തിലാണ്. ടയർ 2 1:3 എന്ന അനുപാതത്തിലാണ് ഇൻ്റർവ്യൂവിലേക്ക് കടത്തിവിടുന്നത്. ഇൻ്റർവ്യൂവിൽ നമുക്ക് ഹിന്ദി പ്രാവീണ്യമുണ്ടോ എന്നുകൂടി അവർ അളന്നേക്കാം. ഇപ്രാവശ്യം ഹിന്ദിക്ക് തുല്യമായി നമുക്ക് ഇന്ത്യൻ ഭാഷകളിലും നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു ജോലി കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങേയറ്റം ശ്രമിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അധ്യാപനം പോലെ മഹത്തായ ഒരു ജോലി ഇന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെട്ടു വരുന്നുണ്ടോ എന്നൊരു സംശയം നമുക്കുണ്ട്. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് തിരുത്തേണ്ട, എന്ന് തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മുടെ ചുമലിലുണ്ട്. അതുകൊണ്ട് സമയം പാഴാക്കാതെ തന്നെ നിങ്ങൾ കഠിനമായിട്ട് പ്രയത്നിച്ചിട്ട് ഈ പരീക്ഷയിൽ ചെല്ലുക. ഈ വീഡിയോ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കേന്ദ്രീയ വിദ്യാലയ സംഘത്തിൻ്റെയും നവോദയ വിദ്യാലയങ്ങളുടെയും നേട്ടങ്ങൾ, ഹിമാലയ പർവ്വതം പോലെയുള്ള നേട്ടങ്ങൾ അത് വർണ്ണിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ ചില വെല്ലുവിളികളുണ്ട്. ആൾ ഇന്ത്യ ട്രാൻസ്ഫർ പോലുള്ള വെല്ലുവിളികളുണ്ട്, അക്കൗണ്ടബിലിറ്റി പോലെയുള്ള കാര്യങ്ങളുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക. പക്ഷേ ഒരേ സമയം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് കൂടുതൽ അഭികാമ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് KVയിലെയും NVയിലെയും ജോലിയാണ് മറ്റേതൊരു ജോലിയേക്കാളും അഭികാമ്യം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരും. നിങ്ങൾ പറയുന്ന നല്ല വാക്കുകൾക്കെല്ലാം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാനൊരു അധ്യാപകനായിരുന്നു, കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്നു. പറഞ്ഞതുപോലെ ഇനിയും ഒരു ജന്മമുണ്ടെങ്കിലും, ഇനി എത്ര ജന്മമുണ്ടെങ്കിലും തന്നെ കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപകനായി തന്നെ തീരണം എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ എന്ന പ്രസിദ്ധമായ ചലച്ചിത്ര ഗാനമില്ലേ, അതുപോലെ മതിയാകും വരെ KVയിൽ അധ്യാപകനായി ജീവിച്ചു മരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. വരുംകാല ജന്മങ്ങൾ അതിനെനിക്കൊരു അവസരം ഒരുക്കിത്തരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുക, പഠിക്കുക. തീർച്ചയായിട്ടും ടയർ 1ഉം ടയർ 2ഉം ഇൻ്റർവ്യൂവും കടന്ന് ചുണക്കുട്ടികളായി നിങ്ങൾ KVയിൽ അല്ലെങ്കിൽ NVയിൽ നിൽക്കുന്ന രംഗം ഞാൻ എൻ്റെ ഭാവനയിൽ വിഭാവനം ചെയ്തു കൊള്ളട്ടെ. ഉപയോഗിച്ച് വാക്കുകൾക്ക് തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം തേയ്മാനം വന്നിരിക്കുക നന്ദി എന്ന വാക്കിനാണ്. പ്രത്യേകിച്ചും അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ താങ്ക് യു എന്ന് പറയുന്നതിന്, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നമ്മൾ താങ്ക് യു പറയുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒട്ടും മൂർച്ച നഷ്ടപ്പെടാതെ എൻ്റെയും പേരിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നന്ദി. താങ്ക് യു.